ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? അത് മത്തായി ശ്ലീഹായുടെ സുവിശേഷമായിരുന്നു. 16-ാം അധ്യായം. അതൊരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതല്ലേ, അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. 16-ാം അധ്യായം അതിൻ്റെ 24-ാം വചനം അതിങ്ങനെയാണ് പറയുന്നത്: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതായിരുന്നു ഇന്നലെ പഠിച്ച വചനം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ദിവസം, പുതിയ വചനം. ഇന്ന് നവംബർ മാസം 1-ാം തീയതിയാണ്. 2025 നവംബർ 1 ആഗോള കത്തോലിക്ക സഭ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ദ ഫീസ്റ്റ് ഓഫ് ഓൾ സെയിൻസ് ഡേ. വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. അപ്പോൾ ഇന്ന് ഓൾ സെയിൻസ് ഡേ ആണ്. നമ്മൾ പഠിക്കുന്ന വചനം ഹെബ്രായ ലേഖനം, ദ ലെറ്റർ ടു ദ ഹീബ്രൂസ്, 12-ാം അധ്യായം 1-ാം വചനമാണ്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വപിതാക്കന്മാരുണ്ട്. നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധിയിൽ ജീവിച്ച അനേക വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ കണ്ടവരുണ്ട്, നമ്മൾ അവരെപ്പറ്റി കേട്ടവരുണ്ട്. മീൻസ് അവരെപ്പറ്റി കേട്ടിട്ടുണ്ട് നാം അനേക വ്യക്തികളെക്കുറിച്ച്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട വ്യക്തികളുണ്ട്. വിശുദ്ധിയോടെ ജീവിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ, നാം കടന്നു പോകുന്ന ചില ജീവിത സാഹചര്യങ്ങളിലൂടെ പോയിട്ടുള്ള അനേക വ്യക്തികൾ, അവർ സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർത്തൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും എല്ലാം നമുക്ക് നീക്കിക്കളയാം. കാരണം ഇതിലൂടെ കടന്നുപോയ വ്യക്തികളാണ് അവർ. ഒരു വിശുദ്ധിയിൽ ജീവിച്ചു. Therefore, since we are surrounded by so great a cloud of witnesses, let us also lay aside every weight and the sin that clings so closely, and let us run with perseverance the race that is set before us. നമുക്ക് മുമ്പേ ഓടിപ്പോയ, നമുക്ക് മുമ്പേ കടന്നുപോയ ഈ വിശുദ്ധർ കാണിച്ചു തന്ന മനോഹരമായ ജീവിതം. അവർ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയവരുണ്ട്. പക്ഷേ അവർ വിശുദ്ധിയിൽ ദൈവത്തോട് കൂടെ ജീവിച്ചു. നമുക്ക് സാധിക്കുമല്ലേ? മനസ്സ് വെച്ചാൽ ദൈവകൽപ്പനകൾ പാലിക്കാൻ പറ്റുമെന്ന് വചനം പറയുമ്പോൾ ദൈവത്തോട് കൂടി ജീവിക്കുവാനായിട്ട്, ദൈവ വിചാരത്തോടെ ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ. വിശുദ്ധി ഏറ്റവും ആവശ്യമാണ് കേട്ടോ. നമ്മുടെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എല്ലാവരും. എല്ലാ യുവജനങ്ങളോടും, കുട്ടികളോടും, എല്ലാ മക്കളോടും, എല്ലാ വ്യക്തികളോടും ഞാൻ പറയുന്നു, വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമുക്ക് മുമ്പേ ജീവിതം കാണിച്ചു തന്ന ഈ വിശുദ്ധരോടൊപ്പം നമുക്ക് ജീവിക്കാം, വിശുദ്ധിയോടെ. ആമേൻ.